നമസ്കാരം, എല്ലാവർക്കും ഷേളീസ് മൈക്രോ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മൊമോസാണ്. ഈ മൊമോസ് 2 ടൈപ്പ് ഉണ്ട്. ഫ്രൈഡും നമുക്ക് പ്രിപ്പയർ ചെയ്യാം, അതുപോലെ സ്റ്റീമും ചെയ്യാം. അപ്പോൾ സ്റ്റീംഡിൻ്റെ റെസിപ്പിയാണ് ഇന്നിവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മൈദയാണ് യൂസ് ചെയ്യുന്നത്. ഗോതമ്പ് പൊടി യൂസ് ചെയ്യുന്നവരുണ്ട്, പക്ഷേ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് 2 കപ്പ് മൈദയാണ് ഇട്ടത്. അതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പും ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് കുഴച്ചെടുക്കണം. സോഫ്റ്റ് ആയിട്ടിരിക്കണം നമ്മുടെ മാവ് ഇങ്ങനെ ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടി വേണമെങ്കിൽ ഓയിൽ പുരട്ടാം അതിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ ഒരു ഡ്രൈ ക്ലോത്ത് ഇട്ട് നല്ലതുപോലെ ഒന്ന് കവർ ചെയ്ത് ഒരു ½ ആൻ അവർ നമ്മൾ വെക്കണം. വെജ് മോമോസും നോൺ വെജ് മോമോസും നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഇപ്പോൾ രണ്ടും ഞാനിന്നിവിടെ തയ്യാറാക്കുന്നുണ്ട്. ഒരു 4-5 പീസ് ഗാർലിക്ക് നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെക്കുക. അതിനുശേഷം കുറച്ച് ക്യാബേജ്, ഒരു ഒണിയൻ, കുറച്ച് ക്യാരറ്റ്, കുറച്ച് മല്ലിയില, ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞു വെക്കുക. ചിക്കൻ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ പിച്ചിയൊക്കെ എടുത്ത് വെക്കുക. അതിനുശേഷം ഞാനിപ്പോൾ ഒലിവ് ഓയിലാണ് ഇതൊന്ന് വഴറ്റാൻ യൂസ് ചെയ്തേക്കുന്നത്. അപ്പം വഴറ്റുക എന്ന് പറയുമ്പോൾ ഒരുപാട് നേരം ഇട്ട് വഴറ്റി ഇതിൻ്റെ ക്രിസ്പിനെസ് നമ്മുടെ വെജിറ്റബിൾസിൻ്റെ നമ്മൾ കളയാൻ പാടില്ല. അപ്പോൾ വേഗം നമുക്ക് ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് വഴന്നാൽ മാത്രം മതി. അപ്പോൾ എല്ലാം ഞാൻ വേഗം ഇട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ പെപ്പർ പൗഡറാണ്. അതിനുശേഷം സോയാ സോസ് ചേർത്ത് കൊടുക്കാം. സോയാ സോസ് ചേർത്തപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ കുറച്ചൊന്ന് കൂടിപ്പോയി. മാത്രമല്ല ഇത് ഡാർക്ക് സോയാ സോസ് ആയിരുന്നു. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത വെജിറ്റേറിയൻസിനുള്ള ഫില്ലിംഗ് ആയി. ആ ഫില്ലിംഗ് എടുത്ത് നമ്മൾ ചിക്കനുമായിട്ടൊന്ന് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചാൽ നോൺ വെജുകാർക്കുള്ള ഫില്ലിങ്ങുമായി. അതിനുശേഷം നമ്മൾ നേരത്തെ കുഴിച്ചു വെച്ച നമ്മുടെ മൈദ ഓരോ ഉരുളയായിട്ട് എടുത്ത് നീളത്തിന് നല്ല പരത്തി എടുക്കുക. അതിനുശേഷം നമ്മുടെ വീട്ടിലുള്ള അടപ്പോ പാത്രമോ നിങ്ങൾക്ക് ഏത് വലിപ്പത്തിൽ വേണോ അതനുസരിച്ച് നമുക്ക് അതിൻ്റെ അകത്ത് ഓരോ ഷേപ്പിൽ ഇങ്ങനെ ആക്കി കൊടുക്കാം. ആ ഷേപ്പിലാണ് നമ്മളിനി ഫില്ലിങ്സ് വെക്കാൻ പോകുന്നത്. ഈ മൊമോസ് പല ടൈപ്പിലുണ്ടാക്കും. ഏറ്റവും എളുപ്പത്തിലുണ്ടാക്കാൻ ഒരു വഴിയുണ്ട്. ആ റൗണ്ടിലേക്ക് നമ്മൾ കുറച്ച് ഫില്ലിങ്സ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മോമോസ് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യാം. വളരെ പണിയൊന്നുമില്ല, ഇതിന് പെട്ടെന്ന് തന്നെ ആകും. പക്ഷേ ഇത് കൂടാതെ ട്രഡീഷണൽ രീതിയിൽ നിങ്ങൾക്കൊക്കെ അറിയാം, ഇതിനെ എടുത്ത് കിഴിയാക്കി ഒരു സൈഡിൽ വെറുതെ ഇങ്ങനെ ഫ്രില്ല് പോലൊക്കെ വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ നമ്മളിതൊരു 20 മിനിറ്റ് സ്റ്റീം ചെയ്തെടുത്താൽ നമ്മുടെ മോമോസ് റെഡിയായി. അപ്പോൾ 20 മിനിറ്റൊക്കെ കഴിഞ്ഞു. നമ്മുടെ സ്റ്റീംഡ് മൊമോസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ കുറേ അധികം മാവുണ്ട്. അപ്പം വീണ്ടും എനിക്ക് പ്രിപ്പയർ ചെയ്യണം. ഞാൻ ട്രഡീഷണൽ രീതിയിൽ ഫ്രില്ലൊക്കെ ഉണ്ടാക്കിയിട്ടൊന്ന് പ്രിപ്പയർ ചെയ്തു. അത്രയ്ക്കൊന്നും അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ടില്ല. അപ്പം പല രീതിയിൽ ഇത് പ്രിപ്പയർ ചെയ്യാം, ഇതിൻ്റെ ഷേപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളിത് പ്രിപ്പയർ ചെയ്താൽ മതി. സോസും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോസ് ഉണ്ടാക്കിയെടുക്കാം. ഞാനൊരല്പം സോയാ സോസും ചില്ലി ടൊമാറ്റോ സോസും ഗാർലിക്കും ഗ്രീൻ ചില്ലിയും കുറച്ച് റൈസ് വിനീഗർ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. വിനീഗറും ഒക്കെ ചേർത്ത് ഒരു സോസാണ് ഉണ്ടാക്കിയത്. അത് വേറൊരു സോസ് ഉണ്ടാക്കുന്ന വേറൊരു റെസിപ്പി ആയിട്ട് നമുക്ക് പിന്നീട് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ മോമോസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. ചിക്കൻ ആവുമ്പോൾ കുട്ടികൾക്കൊക്കെ കുറച്ചും കൂടി ഇഷ്ടപ്പെടുമല്ലോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ വന്ന് കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേളീസ് മൈക്രോ കിച്ചൺ.